അന്വിക്കുട്ടിക്ക് വേഗം പോളിയൊക്കെ കൊടുത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ ബ്രൈഡ് ടു ബീന് ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അന്വിക്കുട്ടിക്ക് അതേ കളറിലൊരു ഫ്രോക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അങ്ങനെ അവിടെ എത്തി എല്ലാവരും റെഡിയായി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ കേക്കും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മാംഗോ ഫ്ലേവർ കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ കടൽ തീരത്ത് വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കടലിൽ അങ്ങോട്ട് ഞാൻ അധികം പോയിട്ടില്ലായിരുന്നു, കാരണം അന്വിക്കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ബ്രൈഡ് പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വെയിൽ കൊണ്ടുകൊണ്ട് എനിക്ക് നന്നായിട്ട് മൈഗ്രെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിക്ക് ടാനും അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ആവേശത്തോടെയാണ് അടുത്തേക്ക് എത്തിയത്. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയും ഒരിക്കൽ പോയാൽ മതി എന്നായി. അത്രയ്ക്കും വെയിലായിരുന്നു. 2 ദിവസം മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഴ തന്നെ ആയിരിക്കും, മഴക്കോളായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ ഒരു ക്യാൻഡിഡ് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ അവസാനം സെൽഫി വീഡിയോ തന്നെ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മളെ ബ്രൈഡ് കടൽ തീരത്തെ കൂടി ഇങ്ങനെ നടക്കുകയാണ്. നടന്നു വരുന്ന കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മുടെ ഉണ്ണിയുടെ കുറച്ച് ഷോ ആയിരിക്കട്ടെ അല്ലേ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ നേരെ വണ്ടിയിൽ വിട്ടു കേട്ടോ. നല്ല രീതിയിൽ വിഷമം കാര്യങ്ങളുണ്ടായിരുന്നു. കുടലാണ് കത്തിക്കരിയുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ തപ്പി പിടിച്ചു. കാസാൻ ഡൈൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ തൊട്ടടുത്ത് ഒരു റഹ്മാനിയ ഉണ്ട്, അവിടെയാണ് നമ്മൾ എപ്പോഴും പോകാറ്. പക്ഷേ അവിടെ പോയി നല്ല തിരക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആദ്യമായിട്ടാണ് കയറുന്നത്. പിന്നെ കുഴിമന്തി തീർന്നിട്ടുണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ അൽഫാം മന്തി ഓർഡർ ചെയ്തു, 2 ഫുൾ മന്തി ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരും കൂടി കൈയിട്ടങ്ങ് വാരി. നല്ല വിശപ്പുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് എത്ര കഴിച്ചു എന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയുണ്ടായില്ല. ഫുഡിൻ്റെ ബില്ല് കൊടുത്തു, അതുപോലെ തന്നെ ഡ്രസ്സ് സെറ്റാക്കി. ഇതെല്ലാം നമ്മുടെ പാവം ബ്രൈഡ് അഞ്ജലി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്, എന്നാലും സാരില്ല, നമുക്ക് കല്യാണം ആകുമ്പോഴേക്കും എല്ലാം കൂടെ ശരിയാക്കാം.